രാത്രിയിലെ ഏറ്റവും സന്തോഷകരമായ വാർത്ത ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ കിരീട നേട്ടം തന്നെയാണ്. ന്യൂസിലാൻഡ് ഉയർത്തിയ 252 റൺസ് എന്ന വിജയലക്ഷ്യം മറികടന്നാണ് ഇന്ത്യ കിരീടം ചൂടിയത്. ഓപ്പണറായി ഇറങ്ങിയ രോഹിത് ശർമ്മയുടെ മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യയുടെ വിജയത്തിന് കരുത്തായത്. അതേസമയം ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യൻ നിരയിൽ വിരാട് കോഹ്ലിക്ക് വളരെയധികം നിരാശയോടെ മടങ്ങേണ്ടി വന്നു. മത്സരത്തിന്റെ സമഗ്ര വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും KC ഉണ്ണികൃഷ്ണനുണ്ട്. കൃത്യം 25 വർഷങ്ങൾക്ക് മുൻപ് ന്യൂസിലാൻഡിനോട് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലേറ്റ ആ തോൽവിക്ക് കടം വീട്ടിയിരിക്കുകയാണ് ഇന്ത്യൻ ടീം. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? അതുല്യ, ഏറ്റവും സന്തോഷകരമായ നിമിഷം തന്നെയാണ്. എന്തായാലും കായിക പ്രേമികളെ സംബന്ധിച്ച് ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യ നേടിയിരിക്കുന്നത് തന്നെയാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ആദ്യം ടോസ് നേടി ബാറ്റിംഗ് ഇറങ്ങിയ ന്യൂസിലാൻഡ് 252 റൺസ് വിജയലക്ഷ്യമാണ് ഇന്ത്യക്ക് മുന്നിലേക്ക് വെച്ചത്. അത് വളരെ ആയാസകരമായി ഇന്ത്യ മറികടക്കുന്നൊരു കാഴ്ച കാണുന്നു. 4 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്ന അല്ലെങ്കിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്കെതിരെ വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ഉയരുന്നൊരു ഘട്ടം കൂടിയാണ്. അതിലെല്ലാം തന്നെ മറുപടി എന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം. മികച്ച രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനായി ഇന്ന് കഴിഞ്ഞു എന്നതാണ് ഏറെ സന്തോഷകരമായ കാര്യമെന്നും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 251 റൺസ് എടുത്തത്. എന്തായാലും മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്ക് അത് വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യക്ക് ആ ജയത്തിലേക്ക് എത്താനായി കഴിഞ്ഞു എന്നതും പറയേണ്ടിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ KL രാഹുലിന്റെ അതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജയുടെയും ഒരു പ്രകടനം ആണ് വിജയത്തിലേക്ക് വഴി തുറന്നത്. ഇതിനിടയിൽ ഹാർദിക് പാണ്ഡ്യയും അവസാന ഘട്ടത്തിൽ ഇന്ത്യക്കായി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തതെന്നതും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ത്യൻ നിരയിലെ മറുപടി ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ 76 റൺസ് എടുത്താണ് രോഹിത് ശർമ്മ ഔട്ടായത്. എന്തായാലും മികച്ച തുടക്കം ഇന്ത്യക്ക് വേണ്ടി നൽകാനായി രോഹിത്തിന് കഴിഞ്ഞു എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. കൂടാതെ ശുഭ്മാൻ ഗില്ലും 31 റൺസ് എടുത്ത് ഭേദപ്പെട്ട രീതിയിൽ ഇന്ത്യക്കായി മികച്ച തുടക്കം നൽകി. കൂടാതെ വിരാട് കോഹ്ലി മാത്രമാണ് ഇന്ത്യൻ നിരയിൽ ഒരു നിരാശപ്പെടുത്തിയത്, അല്ലെങ്കിൽ സങ്കടകരമായ രീതിയിൽ തന്നെ ആരാധകരെ ആ രീതിയിൽ ഒരു മികച്ച രീതിയിൽ അദ്ദേഹത്തിന് പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. 1 റൺസിന് എടുത്താണ് വിരാട് കോഹ്ലി പുറത്തായത്. അക്സർ പട്ടേൽ 29 റൺസ് എടുത്തും അതോടൊപ്പം തന്നെ KL രാഹുൽ 34 റൺസ് എടുത്തും ഔട്ടാകാതെ തന്നെ നിൽക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ 18 റൺസ് എടുത്താണ് ഔട്ടായത്. എന്തായാലും ഈ രീതിയിൽ എല്ലാ തലത്തിലും എല്ലാ ആദ്യ മുൻനിരയിലും അതോടൊപ്പം തന്നെ ഈ ഓൾറൗണ്ടർ നിരയിലുമുള്ള താരങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്തതെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് ഒരു സ്ലോ പിച്ചാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ പിച്ച്. അവിടെ രണ്ടാം ബാറ്റിംഗ് അല്ലെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് കുറച്ച് ആയാസകരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ അത് മറികടക്കാനായി അല്ലെങ്കിൽ ആ രീതിയിൽ ന്യൂസിലാൻഡ് ഉയർത്തിയ ആ സ്കോർ മറികടക്കാനായി ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ആദ്യം റൺസ് മികച്ച രീതിയിൽ ഉയരുകയുണ്ടായി. പിന്നീട് ഇടയിൽ റൺസിന്റെ വേഗത കയറുന്നതിന്റെ വേഗത കുറയുന്ന സാഹചര്യം. ഒടുവിലായി മികച്ച രീതിയിൽ തന്നെ ഈ വാലറ്റത്ത് ഉള്ള KL രാഹുൽ അതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജയും കൂടെ വിജയത്തിലേക്ക് നയിച്ചു എന്നതും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് നമുക്കറിയാം, ന്യൂസിലാൻഡ് 2000 ഇന്ത്യൻ ന്യൂസിലാൻഡും കൂടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റുമുട്ടിയപ്പോൾ അവിടെ ന്യൂസിലാൻഡാണ് ജയിച്ചത്. അന്ന് സൗരവ് ഗാംഗുലിയായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ആ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിലായ ഒരു കടത്തിന് 25 വർഷത്തിനിപ്പുറം കടം വീട്ടിയെന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ന്യൂസിലാൻഡ് സംബന്ധിച്ച് അവരുടെ ഏക ICC പരിമിത ഓവറിലെ ഏക ICC കിരീടം കൂടിയാണ് അന്ന് നേടിയതെന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ അവർക്ക് ഒരു കിരീടമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ വളരെ സങ്കടകരമായ കാഴ്ച ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഫൈനൽ വരെ എത്തിയിട്ടും അവർക്ക് അവിടെ കിരീടം നേടാനായി കഴിഞ്ഞില്ലെന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ന്യൂസിലാൻഡ് സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ രീതിയിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ കിരീടം നഷ്ടമായി എന്ന രീതിയിൽ തന്നെ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം ഇന്ത്യക്ക് അവിടെ വലിയ രീതിയിൽ തന്നെ വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതും പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങൾ ഈ ടൂർണമെന്റിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു മത്സരത്തിൽ പോലും തോൽക്കാതെയാണ് ഈ ഫൈനൽ വരെ എത്തിയത്, അല്ലെങ്കിൽ കിരീടത്തിലേക്ക് എത്തിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും സെമിയിൽ കാര്യത്തിലായ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുന്നു. ആ രീതിയിൽ ന്യൂസിലാൻഡിനെ നേരത്തെ പരാജയപ്പെടുത്തിയിരുന്നു, ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. അങ്ങനെ ആ രീതിയിൽ ഈ ഫൈനൽ വരെ എത്തിയത് ഒരു ടീമിനെ പോലും ഒരിക്കൽ പോലും പരാജയം അറിയാതെയാണ്. ഒടുവിൽ കിരീടത്തിലേക്ക് എത്തുമ്പോഴും ഇന്ത്യ ആ കുതിപ്പ് തന്നെ തുടർന്നുവെന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആവേശകരമായ അന്ത്യം തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉണ്ടായതെന്നും പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യക്ക് അനായാസ ജയം, 4 വിക്കറ്റിനാണ് ഈ ആവേശ ജയം ഉണ്ടായത്. രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചതെന്നും പറയേണ്ടിയിരിക്കുന്നു. അതുല്യ.
രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറിയോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഇന്ത്യയുടെ ഇത്തവണത്തെ സ്പിൻ നിര. തുടക്കത്തിൽ കിവികൾ വളരെ നന്നായി തന്നെ ആദ്യ 3 ഓവറുകൾ വലിയ ഒരു തുടക്കം ലഭിച്ചുവെങ്കിലും അതിനുശേഷം ഇന്ത്യയുടെ ആ ഒരു സ്പിൻ ത്രയത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ന്യൂസിലാൻഡിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മധ്യനിര ബൗളിങ്ങിന്റെ ഒരു ആക്രമണാത്മക ശൈലി ഇത്തവണ കൃത്യമായി തന്നെ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതുല്യ, തീർച്ചയായും ഈ ദുബായിലെ പിച്ച് എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ പിച്ച് എന്ന് പറയുന്നത് സ്ലോ പിച്ചാണ്. അവിടെ സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചെന്നും ആ പിച്ചിനെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും 4 സ്പിന്നർമാരുമായാണ് ഇന്ത്യ ഈ ഫൈനലിലേക്ക് എത്തിയത്. സെമിയിലും ആ രീതിയിൽ തന്നെയാണ് കളിച്ചത്. ആ രീതിയിൽ തന്നെ സമാനമായ രീതിയിൽ തന്നെ 4 സ്പിന്നറെ പരീക്ഷിച്ചുകൊണ്ടായിരുന്നു ഈ ഫൈനലിലും ഇന്ത്യ എത്തിയത്. എന്തായാലും പേസ് നിരയിൽ മുഹമ്മദ് ഷമിയും അതോടൊപ്പം തന്നെ ഹർദിക് പാണ്ഡ്യ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം സ്പിൻ ബൗളേഴ്സ് ആയിരുന്നു. ജഡേജ ആകട്ടെ, കുൽദീപ് യാദവ് ആകട്ടെ, അക്സർ പട്ടേൽ ആവട്ടെ, അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി ആകട്ടെ, ഈ ആളുകളെല്ലാം തന്നെ അല്ലെങ്കിൽ താരങ്ങളെല്ലാം തന്നെ സ്പിൻ എറിയുന്ന ആളുകളാണ്. അപ്പോൾ ആ രീതിയിൽ സ്പിന്നർമാർക്ക് കൂടുതൽ പരിഗണന നൽകി സ്പിന്നർമാരെ പരീക്ഷിച്ച് വലിയ രീതിയിൽ തന്നെ ന്യൂസിലാൻഡിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നടപടിയാണ് അല്ലെങ്കിൽ ഒരു രീതിയാണ് ഇന്ത്യ പുറത്തെടുത്തതെന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ തുടക്കത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് ഒരു മികച്ച തുടക്കം നൽകി. അതായത് വില്യങ്ങും രച്ചിൻ രവീന്ദ്രനും തമ്മിൽ ഒത്തുചേർന്നുകൊണ്ട് ഒരു മികച്ച തുടക്കം നൽകി. ഇന്ത്യൻ ബോളർമാർ ആദ്യ ഓവറുകളിലെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. രച്ചിൻ രവീന്ദ്ര 38 റൺസ് എടുക്കുന്നു. അതോടൊപ്പം തന്നെ വില്യങ് 15 റൺസ് എടുത്തുമാണ് ഔട്ടാവുന്നത്. അവിടെ കുൽദീപ് യാദവിന്റെയും വരുൺ ചക്രവർത്തിയുടെയും ഒരു പ്രകടനം, ആ താരങ്ങളാണ് അല്ലെങ്കിൽ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തിയാണ് ഈ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ ഈ 2 താരങ്ങളെ പുറത്താക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നാലെ വില്യംസൺ പോകുന്നു. വില്യംസണെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ടൂർണമെന്റിലാകെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ അവർ സെഞ്ചുറി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടുന്ന ഒരു പ്രകടനം നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ മികച്ച പ്രകടനം ഈ ടൂർണമെന്റിലുടനീളം കാഴ്ചവെച്ച ഒരു താരമാണ് വില്യംസണെ അനായാസം ഔട്ടാക്കാൻ കഴിയുന്നു. കൂടാതെ പിന്നാലെ വന്ന ഡാരി മിച്ചൽ മാത്രമാണ് ന്യൂസിലാൻഡ് നിരയിൽ. ഡാരി മിച്ചലും അതോടൊപ്പം തന്നെ മിഖായൽ ബ്രൈസ്വലുമാണ് ഒരു മികച്ച രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി ക്ഷമിക്കണം ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് ബാറ്റ് ചെയ്തതെന്നാണ് പറയേണ്ടത്. ഇരുവരും അർദ്ധ സെഞ്ചുറി നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഡാരി മിച്ചൽ 63 റൺസും അതോടൊപ്പം തന്നെ മിഖായൽ ബ്രൈസ്വൽ 53 റൺസ് എടുത്ത് ആണ് ഔട്ടായത്. ഇതിനിടയിൽ ഗ്ലെൻ ഫിലിപ്പും ചെറിയൊരു ചെറുത്തുനിൽപ്പ് അവിടെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ രീതിയിൽ മികച്ച രീതിയിൽ അവർക്ക് ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും സ്കോർ ഉയർത്തുന്നതിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അവിടെ കണ്ടില്ല എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ അതുല്യ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ സ്പിൻ നിരയുടെ മുമ്പിൽ ഈ താരങ്ങൾ മുട്ടുമടക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ആ രീതിയിൽ അവർ മികച്ച രീതിയിൽ അവർക്ക് ഒരു വലിയ സ്കോർ ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും 251 റൺസ് ഈ ദുബായ് സ്റ്റേഡിയത്തിലെ പിച്ചിനെ സംബന്ധിച്ച് ആ റൺസ് ഒരു ആദ്യം ചെയ്യുന്ന ടീമിനെ സംബന്ധിച്ച് ഒരു ഭേദപ്പെട്ട സ്കോർ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും ആ പിച്ചിന്റെ ഒരു രീതി എങ്ങനെയാണ്, സ്ലോ പിച്ച് ആയതുകൊണ്ടാണ്. എന്തായാലും 250 റൺസ് ന്യൂസിലാൻഡ് ഉയർത്തുന്നു. മറുപടി ബാറ്റിംഗിൽ ഒരു മികച്ച തുടക്കം അവിടെ നായകൻ രോഹിത് ശർമ്മയ്ക്കും അതോടൊപ്പം തന്നെ ശുഭ്മാൻ ഗില്ലിനും കൂടെ ചേർന്ന് നൽകേണ്ടി വരുന്നു. ഇതിൽ ആദ്യം തന്നെ ശുഭ്മാൻ ഗിൽ പുറത്താകുന്നത് സാന്റ്നറുടെ ബൗളിങ്ങിലാണ്. ശുഭ്മാൻ ഗിൽ പുറത്താകുന്നത്. പിന്നാലെ വിരാട് കോഹ്ലി വരുന്നു. വിരാട് കോഹ്ലി ഔട്ടാവുന്നു. രോഹിത് ശർമ്മ ഔട്ടാവുന്നു. ആ രീതിയിൽ താരങ്ങൾ മുൻനിര വിക്കറ്റുകൾ നഷ്ടമാകുന്നു. പിന്നാലെ ഒരു ചെറുത്തുനിൽപ്പ് നടത്തുന്നത് ശ്രേയസ് അയ്യരാണ്. ശ്രേയസ് അയ്യരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ടൂർണമെന്റിലെല്ലാം തന്നെ മികച്ച രീതിയിൽ മധ്യനിരയിൽ നിന്ന് ഒരു മികച്ച രീതിയിൽ ഓപ്പണിംഗ് നിര കഴിഞ്ഞ് ഒരു മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ ഈ ശ്രേയസ് അയ്യർക്ക് കഴിഞ്ഞു എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. ആ രീതിയിൽ ശ്രേയസ് അയ്യർ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്നതും നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും 48 റൺസ് എടുത്ത് 2 റൺസിന്, അതായത് അർദ്ധ സെഞ്ചുറിക്ക് 2 റൺസിന് അകലെ അദ്ദേഹം ഔട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ അക്സർ പട്ടേലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഓൾറൗണ്ടർ താരമാണ്. നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നു, നല്ല രീതിയിൽ ബൗൾ ചെയ്യുന്നു. അപ്പോൾ അക്സർ പട്ടേലും ആ രീതിയിൽ ശ്രേയസ് അയ്യറിന് പിന്നാലെ വരുന്നു. ഒരു മികച്ചൊരു ചെറുതുനിൽപ്പ് അവിടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. 29 റൺസ് എടുത്താണ് അക്സർ പട്ടേൽ ഔട്ടാവുന്നത്. പിന്നാലെ വന്ന കെ എൽ രാഹുൽ ഈ ഒരു നെടുന്തൂണായി നിന്നുകൊണ്ട് തന്നെ വിജയത്തിലേക്ക് നയിച്ചൊരു താരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ രീതിയിൽ കെ എൽ രാഹുൽ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്മാനാണ്. അദ്ദേഹം അവിടെ മികച്ച രീതിയിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. ഈ ടൂർണമെന്റിലുടനീളം പ്രതിസന്ധിയിലായ ഘട്ടത്തിലെല്ലാം തന്നെ ഇന്ത്യക്ക് കരുത്തായ ഒരു ബാറ്റ്മാൻ അല്ലെങ്കിൽ ഒരു അവസാന ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമായി തന്നെ കെ എൽ രാഹുൽ മാറിയിട്ടുണ്ടെന്നതാണ് ഈ ടൂർണമെന്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതും ഇവിടെയും അത് സംബന്ധിച്ചു. കെ എൽ രാഹുൽ അവിടെ 34 റൺസ് എടുത്താണ് ഔട്ടാകാതെ നിന്നത്. എന്തായാലും വിജയത്തിലേക്ക് അദ്ദേഹം ടീമിനെ നയിക്കുന്നതും നമ്മൾ കണ്ടു. ഇതിനിടയിൽ
ഹാർദിക് പാണ്ഡ്യ ആവട്ടെ ഭേദപ്പെട്ട രീതിയിൽ തന്നെ ബാറ്റ് ചെയ്യാനാവുന്നു. സിക്സർ അടക്കം ഉയർത്തി കാണികളെ അല്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിലാക്കുന്നൊരു കാഴ്ചയും കൂടി നമ്മൾ കണ്ടതാണ്. എന്തായാലും ഹാർദിക് പാണ്ഡ്യ 18 റൺസ് എടുത്താണ് പുറത്തായത്. ഒടുവിലായി രവീന്ദ്ര ജഡേജയുമായി ചേർന്നാണ് ഇന്ത്യ വിജയത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും ആവേശകരമായ അന്ത്യം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉണ്ടായിരിക്കുന്നു. ഇന്ത്യക്ക് 3ാം ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഉണ്ടാകുന്നു. 2013 ശേഷമുള്ള ഒരു ICC കിരീടമാണ് ഇന്ത്യയെ സംബന്ധിച്ചെന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ 2000-ൽ ന്യൂസിലാൻഡുമായി ചേർന്ന് ഉണ്ടായ ഫൈനൽ അതിൽ ന്യൂസിലാൻഡ് വിജയിച്ചിരുന്നു. അതിലൊരു കടം വീട്ടിൽ എന്ന രീതിയിൽ തന്നെ ഈ വിജയത്തെ വിശേഷിപ്പിക്കാം. അതുല്യ. തീർച്ചയായും എന്തായാലും മുന്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നിറഞ്ഞ മുഹൂർത്തം തന്നെയാണ്. അതോടൊപ്പം തന്നെ തുടർച്ചയായി 2020 ലോകകപ്പ് പോലെ തന്നെ ഒറ്റ മത്സരത്തിൽ പോലും തോൽവി അറിയാതെയാണ് ഇന്ത്യ ഇവിടെയും എത്തിയത്. തുടർച്ചയായി ഒന്നിനു പിറകെ ഒന്നായി 2 ICC കിരീടങ്ങൾ സ്വന്തമാക്കുന്ന ക്യാപ്റ്റൻ എന്ന് ആ ഒരു ഖ്യാതിയുമായി ഇത്രയും കാലം തന്റെ ക്യാപ്റ്റൻസിയെയും തന്റെ ഫോമിനെയും തന്റെ ശരീരത്തെയും വരെ വിമർശിച്ചവർക്കെല്ലാം തന്നെ ബാക്ക് ടു ബാക്ക് തുടർച്ചയായി 2 കിരീടങ്ങൾ നേടിക്കൊണ്ട് രോഹിത്തിനും മറുപടി നൽകാൻ കഴിഞ്ഞു ഈ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലൂടെ. എന്തായാലും വാർത്തയുടെ സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഉണ്ണികൃഷ്ണൻ.